ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റെസിസ്റ്റിവിറ്റി ഒക്കെ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽസ് ആണ്. റെസിസ്റ്റിവിറ്റി അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. നമുക്കറിയാം റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ഈ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി, കണ്ടക്ടേഴ്സ് ഓൾ മെറ്റൽസിനെ നമ്മൾ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പം കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻6 ഓം മീറ്റർ ടു 10⁻⁻8 ഓം മീറ്റർ. ഈ റേഞ്ചിലാണ് കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി വരിക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഓർത്തിരിക്കണം. ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടേഴ്സ് ഓൾസോ ഇൻക്രീസസ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്കറിയാം അതിന് റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കും. റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ച് കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിനേക്കാളും 10⁻18 ടൈംസ് ഓഫ് കണ്ടക്ടേഴ്സ് ആരുടെ ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇതിന്റെ ഏകദേശ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁻1 ഓം മീറ്റർ ടു 10⁻³ ഓം മീറ്റർ. ഈ റേഞ്ചിൽ വരെ സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറാണ്. ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. ഓർത്തിരിക്കണം, കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. അതുപോലെ രണ്ടാമത്തെ ഫാക്ടറാണ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് നമ്മൾ പറഞ്ഞ ഡോപ്പിംഗ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇമ്പ്യൂരിറ്റീസ് ആഡഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോഴും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും. റെസിസ്റ്റിവിറ്റി കുറയുക മീൻസ് കണ്ടക്ടിവിറ്റി കൂടും. ഇനി രണ്ട് തരത്തിലുള്ള റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സും കാർബൺ റെസിസ്റ്റേഴ്സും. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആൻഡ് കാർബൺ റെസിസ്റ്റേഴ്സ്. ഓർത്തിരിക്കുക, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അലോയ്സിന്റെ വയർ വൈൻഡിങ്സ് കൊണ്ടാണ് നമ്മളിവിടെ റെസിസ്റ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അലോയ്സ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം നമുക്കറിയാം പല വാല്യൂസുള്ള കറണ്ടാണ് ഈ റെസിസ്റ്റേഴ്സിൽ കൂടി കടന്നു പോവുക. അപ്പൊ അലോയ്സ് ആണെങ്കിൽ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റിവിറ്റിയിൽ വേരിയേഷൻ, വളരെ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് അലോയ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ്സ് ആണ് മാൻഗനിൻ. ഈ പേരൊക്കെ ഓർത്ത് വെക്കണം. മാൻഗനിൻ, കോൺസ്റ്റാന്റൻ, നിക്രോം. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അലോയ്സ്. എന്തുകൊണ്ടാണ്? റെസിസ്റ്റിവിറ്റി ഓഫ് അലോയ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. മറ്റേ വലിയ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈ വാല്യൂസ്. ഇതിന്റെ ഏകദേശം വാല്യൂസ് നമ്മൾ 0.1 ഓം ടു 100 ഓമിലാണ് നമ്മൾ സാധാരണ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. കാർബൺ റെസിസ്റ്റേഴ്സ് വരുമ്പോൾ ഹൈ വാല്യൂസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് കോമ്പാക്ട് ഇൻ സൈസ് ആണ്. വളരെ എളുപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഎക്സ്പെൻസീവ് ആണ് കാർബൺ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂസ് നമ്മൾ കളർ കോഡ് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് ഞാൻ അല്പസമയത്തിനുള്ളിൽ ഇതിനു ശേഷം പറഞ്ഞു തരാം. അപ്പം ഇത്രയാണ് ഉള്ളത്. കണ്ടക്ടേഴ്സ് ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി കൂടുന്നു. ഇൻസുലേറ്റേഴ്സ് വളരെ ഹൈ ആയിട്ടുള്ള റെസിസ്റ്റിവിറ്റി ഉള്ളത്. സെമി കണ്ടക്ടർ ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. ഇനി എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുന്നത്? അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. അതിന് നമ്മളൊരു ഇക്വേഷൻ, മെറ്റീരിയൽ കേസുള്ള ഇക്വേഷൻ ഉണ്ട്. ഒരു അപ്രോക്സിമേഷൻ ആണ് ഇക്വേഷൻ. എല്ലായിടത്തും ഇക്വേഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ അപ്രോക്സിമേഷൻ ഉള്ളൊരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇക്വേഷൻ ഇതാണ്: ρT = ρ0 × 1 + α t - T0.
ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വേരിയേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ρT എന്ന് പറയുന്നത് T ടെമ്പറേച്ചറിലെ റെസിസ്റ്റിവിറ്റിയാണ്. ρ0 എന്ന് പറയുന്നത് T0 ടെമ്പറേച്ചറിലെ റെസിസ്റ്റിവിറ്റിയാണ്. ആൽഫ എന്ന് പറയുന്നത് തെർമൽ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അത് നമുക്ക് ആൽഫയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ρT is equal to ρ0 പ്ലസ് ആൽഫ ρ0 T minus T0. ഓക്കെ അല്ലേ? Then ρT minus ρ0 is equal to alpha ρ0 T minus T0. Okay, അതിനകത്തുനിന്ന് ആൽഫ is equal to ρT minus ρ0 by എന്ത് കിട്ടും? ρ0 into T minus T0 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ ρT minus ρ0 അത് റെസിസ്റ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഡി റോ എന്ന് കൊടുക്കാം. ഡി റോ ബൈ അടിയില് ρ0 അതുപോലെ കിടക്കുന്നത് ρ0 T മൈനസ് T0 എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിലെ ചേഞ്ച് ആണ്. അപ്പൊ എന്ത് കൊടുക്കാം? dt എന്ന് കൊടുക്കാം. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു ഡി റോ ബൈ dt റോ dt. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ യൂണിറ്റ് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് SI യൂണിറ്റ് കെൽവിൻ അല്ലെ? കെൽവിൻ റേസ് ടു -1 ഓർ സെൽഷ്യസ് റേസ് ടു -1, A റേസ് ടു -1 ഓർ C റേസ് ടു -1. എന്താണ്? തെർമൽ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൽഫ ഇസ് ഈക്വൽ ടു. ഇവിടെ നമ്മൾ റെസിസ്റ്റിവിറ്റി എടുത്തു. ഇനി ഇതിന് പകരം നമുക്ക് റെസിസ്റ്റൻസ് എടുത്താലും ഈക്വേഷൻ തന്നെ നമുക്ക് കിട്ടുന്നത്. റോറ്റിക്ക് പകരം നമുക്ക് റെസിസ്റ്റൻസ് ഒക്കെ RT ഇസ് ഈക്വൽ ടു R0 into 1 plus alpha T minus T0. അപ്പൊ ചില പ്രോബ്ലത്തിൽ നമ്മൾ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, റെസിസ്റ്റൻസ് തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ റോയ്ക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊടുക്കും. റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ റോ നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ഇത് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്താണ് കണ്ടക്ടേഴ്സിൽ, എന്താണ് സെമി കണ്ടക്ടേഴ്സിൽ സംഭവിക്കുന്നത്. അപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റോ ഇസ് ഈക്വൽ ടു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ് റെസിസ്റ്റിവിറ്റി. റോ ഇസ് ഈക്വൽ ടു 1/σ ഇസ് ഈക്വൽ ടു m/n(e²)2. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്. E എന്ന് പറയുന്നത് ചാർജ് ആണ്. റിലാക്സേഷൻ ടൈം ആണ്. അപ്പം കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതൽ ഫ്രീ ആയിട്ട് വളരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യുമ്പോൾ എന്താണ്? കൊളീഷൻ പെട്ടെന്ന് നടക്കും. കൊളീഷൻ ടൈം ടോയുടെ വാല്യൂ കുറയും. അതായത് 2 സെക്കൻഡ് കൊണ്ടാണ് കൊളീഷൻ നടന്നിരുന്നതെങ്കിൽ ഇതിപ്പോ എന്താവും? 1 സെക്കൻഡായിട്ട് മാറും. അപ്പൊ ടോയുടെ വാല്യൂ ഇവിടെ കുറയും. ടോയുടെ വാല്യൂ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ടോയുടെ വാല്യൂ കുറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റിവിറ്റി എന്താവും? കൂടും. അപ്പൊ നമ്മൾ ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാം. എന്താണ്? ടെമ്പറേച്ചർ ഇവിടെയും റോ ഇവിടെയും എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടും. അതാണ് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താണ്? റെസിസ്റ്റിവിറ്റി കൂടും. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ്സ് ആണ്. അലോയിയുടെ കേസിൽ ഈ പറയുന്ന പോലെ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന്റെ റെസിസ്റ്റിവിറ്റിയിൽ വലിയ കാര്യമായ ചേഞ്ച് വരുന്നില്ല. അതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ എന്നിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വലിയൊരു ചേഞ്ച് ഇല്ല. അലോയ്സിന്റെ കേസിൽ റോ അലോയ്സ്. ഓക്കെ, ഇനി ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ അവിടെ നമ്മൾ ഇക്വേഷൻ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ്? സെമി കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അവിടെയുള്ള ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്ത് എന്താവും? ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് വരും. എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ കൂടും. എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കുറയും. ഇവിടെ ചോയുടെ വാല്യൂ കുറയുന്നുണ്ട്. പക്ഷെ ചോയുടെ വാല്യൂ കുറയുന്നുണ്ടെങ്കിൽ പോലും അതിനെയും കൂടി ഓവർകം ചെയ്യുന്ന രീതിയിലാണ് എന്ത് കൂടുക? നമ്പർ ഡെൻസിറ്റി, ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുക. അപ്പൊ അത് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിച്ചു? ഇവിടെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കുറയും. അപ്പൊ നമ്മള് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഗ്രാഫ് എന്താണ്? റെസിസ്റ്റിവിറ്റി കുറയുക ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടും ഗ്രാഫ്. അവിടെ T, ഇവിടെ റോ. ഓക്കെ, അടുത്ത നമ്മുടെ കാർബൺ റെസിസ്റ്റേഴ്സ് ആണ്. എന്താണ് കാർബൺ റെസിസ്റ്റേഴ്സ്? നമ്മൾ പറഞ്ഞു കാർബൺ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് തരുന്ന അതിന്റെ കളർ കോഡ് വെച്ചാണ് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം
4 കളറിന്റെ ബാൻഡ്സ് ഈ റെസിസ്റ്ററിൽ ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 കളർ തരുന്നത് അതിന്റെ നമ്പറാണ്, മൂന്നാമത്തെ കളർ തരുന്നത് അതിന്റെ മൾട്ടിപ്ലയർ ആണ്, നാലാമത്തെ കളർ ടോളറൻസ്, എത്ര ശതമാനം വരെ അതിന്റെ ആക്ച്വൽ വാല്യൂവും ഈ കാണിക്കുന്ന വാല്യൂവും തമ്മിൽ ഡിഫറൻസ് വരാം, അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അത് പെർസെന്റേജിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ കളറിനും ഓരോ നമ്പർ ഉണ്ട്. ഇപ്പം ബ്ലാക്ക് ആണെങ്കിൽ 0, ബ്രൗൺ ആണെങ്കിൽ 1, വൈറ്റ് ആണെങ്കിൽ 9, അങ്ങനെ ഓരോ കളറിനും ഓരോ നമ്പർ ഉണ്ട്. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതൊരു കാർബൺ റെസിസ്റ്ററിനെ ഞാൻ വരയ്ക്കുകയാണ്. 4 ബാൻഡ്സ് ഉള്ള ഒരു കാർബൺ റെസിസ്റ്റർ, കളർ ബാൻഡ്സ് ഉള്ള കാർബൺ റെസിസ്റ്റർ. ഇതിന്റെ ആദ്യത്തെ കളർ ബാൻഡ്. ഓക്കെ, ആദ്യത്തെ കളർ ഞാൻ ബ്ലൂ എടുത്തു, രണ്ടാമത്തെ കളർ യെല്ലോ ആണെന്ന് ഓർക്കുക, മൂന്നാമത്തെ കളർ റെഡ്, നാലാമത്തെ കളർ ഗോൾഡ്. ഓക്കെ, ഒന്നാമത്തെ രണ്ടാമത്തെയും നമ്പർ നമ്മൾ നോക്കുക. ബ്ലൂവിന്റെ നമ്പർ എത്രയാണ്? 6. യെല്ലോയുടെ നമ്പർ എത്രയാണ്? 4. 64 നീട്ടി. ഈ മൂന്നാമത്തെ കളർ റെഡ് ആണ്. അവിടെ നമ്മൾ നമ്പർ അല്ല നോക്കേണ്ട, മറിച്ച് മൾട്ടിപ്ലയർ നോക്കുക. റെഡിന്റെ മൾട്ടിപ്ലയർ എത്രയാണ്? 10⁻² ആണ്. ഓക്കെ, ഇത്രയും ഓം ആണുള്ളത്. ഇതിനകത്ത് എത്ര ടോളറൻസ് വരാം? നാലാമത്തെ കളർ ഗോൾഡ് ആയതുകൊണ്ട് +or-5%. ഇങ്ങനെയാണ് നമ്മളൊരു കാർബൺ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി. നാല് കളേഴ്സ്. ഒന്നാമത്തെ കളർ ബ്രൗൺ, ഗ്രീൻ, യെല്ലോ, ലാസ്റ്റ് കളർ സിൽവർ. നോക്കാം, ബ്രൗണിന്റെ നമ്പർ എത്രയാണ്? 1. അടുത്ത കളർ ഗ്രീൻ്റെത് 5. ഓക്കെ, അടുത്ത യെല്ലോ വന്നു. യെല്ലോ വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഏതാണ്? മൾട്ടിപ്ലയർ ആണ്. അപ്പം യെല്ലോയുടെ എത്രയാണ്? 10⁻⁴. അത്രയും ഓം. +or-, എത്ര ഓം ആണ്? ഓം +or-. ടോളറൻസ് എത്രയാണ്? സിൽവർ ആയതുകൊണ്ട് എത്ര വരും? 10%. ഓക്കെ, മറ്റൊരു കളർ നോക്കാം. മറ്റൊരു കളർ കോഡ്. വയലറ്റ്, റെഡ്, അടുത്തതും റെഡ്, ഗോൾഡ്, വയലറ്റിന്റെ കളർ എത്രയാണ്? 7. റെഡ് 2. മൂന്നാമത്തെ റെഡാണ്, അതുകൊണ്ട് 10⁻². എത്രയോ? +or-, എത്ര പെർസെന്റ് ഗോൾഡ് വന്നുകൊണ്ട് 5%. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാർബൺ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പല സർക്യൂട്ടിലും ആവശ്യമായിട്ട് നമുക്ക് ഒന്നിലധികം റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന്റെ കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 കോമ്പിനേഷൻ ആണുള്ളത്, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ സീരീസ് കോമ്പിനേഷൻ ഒന്നിനോടൊന്ന് യോജിപ്പിച്ച് വെക്കുന്ന കോമ്പിനേഷനാണ് സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, 3 റെസിസ്റ്റേഴ്സിന്റെയാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഇവിടെ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിനെ അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ R1, R2, R3 ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1, V2, V3. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും വരുന്നത്. അതായത് I സെയിം. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് I സെയിം ആണ്. V = V1 + V2 + V3 ആണ്. ഓക്കെ, നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V = IR ആണ്. ഓംസ് ലോ അനുസരിച്ച് അങ്ങനെ നമ്മളിവിടെ അപ്ലൈ ചെയ്യണേ. ഫസ്റ്റ് കേസിൽ V1 = എന്ത് കിട്ടും? I1 IR1, V2 = IR2, V3 = IR3 ആണ്. Therefore V = നമുക്ക് എന്ത് കൊടുക്കാം? IR1 + IR2 + IR3 എന്ന് കൊടുക്കാം. ഇതിന് പകരം V = അതിന് പകരം നമ്മളൊരു എഫക്റ്റീവ് റെസിസ്റ്റൻസ്, 3നും കൂടി ഉള്ള ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? IRS = IR1 + IR2 + IR3 വരും. ഓക്കെ,
ഐ ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഐ ക്യാൻസൽ ആയി പോയി. therefore എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? R1 പ്ലസ് R2 പ്ലസ് R3 കിട്ടും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് കോമ്പിനേഷൻ ആവുമ്പോൾ ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഏറ്റവും ഈ 3 വാല്യൂസിൽ ഏതാണോ കൂടുതൽ അതിലും കൂടിയ വാല്യൂ ആയിരിക്കും നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ പാരൽ കോമ്പിനേഷൻ 3 റെസിസ്റ്റർ അവിടെ നമ്മൾ എടുക്കുന്നു. മൂന്ന് റെസിസ്റ്റർ എടുക്കുന്നു. ഇതിനെ ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ബി, ഇവിടുത്തെ റെസിസ്റ്റർ R1, R2, R3. ഇവിടെ R3 ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, പക്ഷെ ഇവിടെ കറന്റ് സ്പ്ലിറ്റ് ചെയ്യുന്നു. കറന്റ് ഇവിടുത്തെ I1, I2, I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കൊടുക്കാം എന്താണ്? ഇവിടെ എന്ത് സെയിം ആണ്? വി സെയിം ആണ്. വി സെയിം എന്താണ്? I is equal to I1 plus I2 plus I3. ഇതാണ് നമ്മൾ ഏത് പാരൽ കോമ്പിനേഷനിൽ എടുക്കേണ്ടത്. ഓംസ് ലോയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കുന്നു. V is equal to IR ആണ്. therefore I is equal to V by R ആണ്. ഫസ്റ്റ് കേസിൽ I1 is equal to V by R1, I2 is equal to V by R2, I3 is equal to V by R3 ആണ്. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? I is equal to V by R is equal to V by R1 plus V by R2 plus V by R3 ആണ്. ഇതിന് പകരം നമ്മൾ ഈ 3 റെസിസ്റ്ററിനോട് പകരം ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ കിട്ടുന്ന ഒറ്റ റെസിസ്റ്റൻസ് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. V by RP is equal to V by R1 plus V by R2 plus V by R3 ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 by RP is equal to വിനെ എല്ലായിടത്തും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരൽ കോമ്പിനേഷൻ എന്ത് ചെയ്യുകയാണ്? കുറയുക ചെയ്യുന്നത്. ഈ 3 വാല്യൂസിലും ഏറ്റവും കുറഞ്ഞ വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് പാരൽ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് കൂടുതൽ റെസിസ്റ്റൻസ് വേണ്ടിയെടുത്ത് നമ്മൾ സീരീസ് കോമ്പിനേഷൻ യൂസ് ചെയ്യുക. കുറഞ്ഞ റെസിസ്റ്റൻസ് ആണ് വേണ്ടത്, കറന്റിന്റെ അളവ് വേരിയേഷൻ വരുത്താനാണ് നമ്മൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. വേണ്ടിയെടുത്ത് നമ്മൾ എന്താണ് പാരൽ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്, ഒന്നും കൂടി നോക്കി മനസ്സിലാക്കുക. അത് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് ഈ 2 ഞാൻ നോട്ടിൽ തരുന്നില്ല, ഒരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രിക് എനർജി ആൻഡ് പവർ ആണ്. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബൾബ്, ഫാന്, അതുപോലെ അയൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അവിടെയൊക്കെ പവർ കൺസംഷൻ ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് എനർജി ആൻഡ് ഇലക്ട്രിക് പവർ. അതിന് നമ്മൾ കൺസിഡർ എ കണ്ടക്ടർ. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ends A and B. എയിലെ പൊട്ടൻഷ്യലിനെ നമ്മൾ VA കൊണ്ട് റെപ്രസെന്റ് ചെയ്തു, ബിയിലെ പൊട്ടൻഷ്യലിനെ VB കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. കറന്റ് എയിൽ നിന്ന് ബിയിലേക്കാണ് ഫ്ലോ ചെയ്യുക എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ VA ഈസ് ഗ്രേറ്റർ ദാൻ VB ആണ്. therefore V is equal to VA minus VB. is equal to VA minus VB. ഓക്കെ, ഇനി ഡെൽറ്റ ടി ടൈം നമ്മൾ എടുക്കുന്നു. ഈ ഡെൽറ്റ ടി ടൈം കൊണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് I കറന്റ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ എനർജിയാണ് കണ്ടുപിടിക്കാൻ. എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ കണ്ടുപിടിച്ചാൽ മതി? വർക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അവിടെ നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പോകുന്നു. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി U is equal to final potential energy minus initial potential energy. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എവിടുത്തെയാണ്? ബിയിലെ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ എന്താണ്? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? VB ഇൻറ്റു ഇവിടുത്തെ ചാർജ് ഡെൽറ്റ ക്യൂ, ഇവിടുത്തത് VA ഇൻറ്റു ഇവിടുത്തെ ചാർജ് ഡെൽറ്റ ക്യൂ. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഇൻറ്റു VB മൈനസ് VA ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് V is equal to VA minus VB.
therefore VB minus VA is equal to എന്ത് കിട്ടും? മൈനസ് വി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു മൈനസ് വി ഇൻറ്റു ഡെൽറ്റ ക്യൂ. ഓക്കെ, ഡെൽറ്റ ക്യൂ എന്താണ് നേരത്തെ കണ്ടിട്ടുണ്ട്, മൈനസ് ഐ ഡെൽറ്റ ടി ആണ്. ദാറ്റ് ഈസ് വി ഇൻറ്റു ഐ ഡെൽറ്റ ടി നമുക്ക് കിട്ടും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് വി ഐ ഡെൽറ്റ ടി. ഇനി നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഡെൽറ്റ യു plus delta K is equal to change in kinetic energy plus change in potential energy is equal to 0. That is delta K is equal to minus delta U ആണ് is equal to VI delta T ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടക്ടറിന്റെ കേസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ട്രിറ്റ് ചെയ്യും. അപ്പൊ അവിടെ എന്താണ് കുറെ നേരം കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ കണ്ടക്ടർ ഹീറ്റ്സ് അപ്പ് ആവും. അങ്ങനെ ഹീറ്റ്സ് അപ്പ് ആവുമ്പോൾ എനർജി ഡിസിപ്പേഷൻ, ഹീറ്റ് എനർജിയുടെ ഫോമില് എനർജി ഡിസിപ്പേറ്റഡ് ആകും. അപ്പൊ നമുക്ക് ഇവിടുത്തെ എനർജി ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എനർജി വർക്ക് സെയിം ആണ്. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി ഐ ഡെൽറ്റ ടിന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താണ് പവർ? വർക്ക് ഡൺ ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ പവർ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു വി ഐ ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? പവർ പി ഇസ് ഈക്വൽ ടു വി ഐ, ഓർ മറ്റൊരു ഫോമിൽ പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ആർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ കൊടുത്താല് പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വിക്ക് പകരം ഐ ആർ കൊടുത്താല് ഐ സ്ക്വയർ ആർന്ന് കിട്ടും. ഇനി തിരിച്ച് എന്താണ്? ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പവർ പി ഇസ് ഈക്വൽ ടു കിട്ടും വി സ്ക്വയർ ബൈ ആർന്ന് കിട്ടും. അപ്പം പവറിന്റെ 3 ഫോംസ്, ഐയുടെയും വിയുടെയും ടീമിലുള്ളത്, ഐയുടെയും ആറിന്റെയും ഫോമിലുള്ളത്, അതുപോലെ വിയുടെയും ആറിന്റെയും ഫോമിലുള്ള പവറിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മള് വോൾട്ടേജ് ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ, പവർ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ 11 kV ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതനുസരിച്ച് അതാണ് ഐ കൂട്ടിയാലും വി കൂട്ടിയാലും എന്താണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വോൾട്ടേജ് കൂട്ടിയാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ട്രാൻസ്മിഷൻ നടക്കുന്ന കേബിൾസിന്റെ റെസിസ്റ്റൻസിനെ നമുക്ക് ആർ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. കേബിളിന്റെ ആർ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഈ കേബിളിൽ കൂടി കുറെ നേരം ആകുമ്പോഴത്തേന് ഹീറ്റ് ആവും അല്ലെ? ഹീറ്റ് ആകുമ്പോൾ നഷ്ടപ്പെടുന്ന പവർ ലോസ് അതിനെ നമുക്ക് പി സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. കേബിൾ വഴി നഷ്ടപ്പെടുന്ന പി സി ഈക്വൽ ടു ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഐ സ്ക്വയർ ഇൻറ്റു ആർ സി എന്ന് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പില് ഐ സ്ക്വയറിന് പകരം നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് എടുക്കാം. P is equal to VI ആണ്. Therefore, I is equal to എന്ത് വരും? I is equal to P by V വരും. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് PC is equal to P by V സ്ക്വയർ ആണ്. P സ്ക്വയർ V സ്ക്വയർ ഇൻറ്റു എന്ത് വരും? RC വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ PC ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by V സ്ക്വയർ. ഓക്കെ, എന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ്? ഇതിനകത്ത് വരുന്ന വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? പവർ നഷ്ടപ്പെടുന്ന പവറിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പി സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by V സ്ക്വയർ ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സെൽ ഇ എം എഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. കുറച്ച് കെമിസ്ട്രി കൂടിയ ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം സാധാരണ സെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് നമ്മുടെ സെല്ല്. സ്റ്റഡി കറന്റ് ഒരു സർക്യൂട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഡിവൈസ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇതിന് 3 പാർട്സ് ഉണ്ട്. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇവിടെയാണ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡിനെ പി കൊണ്ട് റെപ്രസെന്റ് ചെയ്തു, നെഗറ്റീവ് ഇലക്ട്രോഡ് N, ദെൻ ഇലക്ട്രോലൈറ്റ് ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ നമ്മളിവിടെ അത് പോസിറ്റീവ് വാല്യൂ ആണ് വി പ്ലസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. നെഗറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, അതിനെ നമ്മൾ വി മൈനസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഒരു സെല്ലിന്റെ 3 പാർട്സ് ഏതാണ്? ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഈ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റിലാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യമാണ് ഇ എം എഫ്. എന്താണ് ഇ എം എഫ് എന്ന് നോക്കാം. അതായത് ഈ ഓപ്പൺ സർക്യൂട്ടില് അതിലേക്കൂടി കറന്റ് ഫ്ലോ ചെയ്യാത്ത സമയത്ത് ഒരു സെല്ലിന്റെ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് അതിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇലക്ട്രോൺ ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോൺ വെൻ ദെയർ ഇസ് എ നോ കറന്റ്. അങ്ങനെ നമ്മൾ പറയുന്ന പേരാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇ എം എഫിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എപ്സിലോൺ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇ എം എഫിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്.
അപ്പൊ എപ്സിലോൺ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. എപ്സിലോൺ ഈസ് ഈക്വൽ ടു നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് കൊടുക്കാം വി പ്ലസ് മൈനസ് ഡിഫറൻസിന്റെ മൈനസ്. ഈ വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നെഗറ്റീവിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വി പ്ലസ് മൈനസ് വി മൈനസ്. അവിടെ കൺഫ്യൂഷൻ വരരുത്. വി പ്ലസ് അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് കിട്ടുക. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതാണ് നമ്മൾ ഈ കൊടുത്ത മൈനസ്. അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് വി മൈനസ് കൊണ്ട്. അപ്പൊ ഒന്നുകൂടി നമ്മൾ അറേഞ്ച് ചെയ്താല് ഇവിടെ 2 മൈനസ് വരുന്നുണ്ട്. മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. വി പ്ലസ് പ്ലസ് വി മൈനസ്. ഇതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണ്? ഓപ്പൺ സർക്യൂട്ടില്, അതായത് കറന്റ് ഇല്ലാത്ത സമയത്തെ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ടേം ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ ആർ. നമുക്കറിയാം ഇതിനകത്ത് നിന്ന് അയോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കറന്റ് ഉണ്ടാവുന്നുണ്ട്. ആ കറന്റിന് ഈ ഇലക്ട്രോലൈറ്റ് ഒരു ഒപ്പോസിഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇലക്ട്രോൺ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. കറന്റിന് എതിരെ ഇലക്ട്രോലൈറ്റ് ഒഫേഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സെല്ലിനെ നമ്മൾ വെക്കുന്നത്, ഇത്ര ഒരു സെല്ല് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെല്ല് ഈ സ്മോൾ വര നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഇവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മളൊരു ബാറ്ററിയുടെ സെല്ല്. ഇപ്പൊ 2 കാര്യങ്ങൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അതിന്റെ EMF എപ്സിലോൺ, ഒന്ന് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടു, EMF എന്താണെന്ന് കണ്ടു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ നമ്മൾ സർക്യൂട്ടില് ക്ലോസ്ഡ് ഓപ്പൺ സർക്യൂട്ട് ആണ് നമ്മൾ പഠിച്ചത്. ഇനി ക്ലോസ്ഡ് സർക്യൂട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിനും ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റൻസ്, ആർ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. അപ്പം ഇതിൽ കൂടി പിയിൽ നിന്ന് ആറിൽ കൂടി എന്നിലേക്ക് കറന്റ് ഫ്ലോ ചെയ്യും. ആ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അത് ആ സർക്യൂട്ട് അവിടെ കൊണ്ട് തീരുന്നില്ല, തിരിച്ചിവിടെ എന്നിൽ നിന്ന് പിയിലേക്ക് കറന്റ് ഫ്ലോ ചെയ്യും. അപ്പൊ ഇലക്ട്രോലൈറ്റിനുള്ള കറന്റ്, ഇലക്ട്രോലൈറ്റിനുള്ളിലെ കറന്റ് എന്ന് പറയുന്നത് N2P ആണ്. സർക്യൂട്ടിലെ കറന്റ് എന്ന് പറയുന്നത് P2 എന്നാണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എൻ അതിനെ നമ്മൾ വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പി ഡി ബിറ്റ്വീൻ പി ആൻഡ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇവിടെ നമ്മൾ എടുത്താൽ, ഈ സെല്ലിന്റെ കേസിൽ നമ്മൾ എടുത്താൽ എന്താണ്? സീക്വൽ ടു 3 പാർട്സ് ഉണ്ട് അതിന്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ, ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പി ഡി ബിറ്റ്വീൻ പി ആൻഡ് എ തീർന്നില്ല, പ്ലസ് പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി, പ്ലസ് പി ഡി ബിറ്റ്വീൻ ബി ആൻഡ് എൻ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു പി ഡി ബിറ്റ്വീൻ പി ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. പോസിറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ വി പ്ലസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ദെൻ പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി, ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത്. അതായത് ഇവിടുത്തെ ഈ ഇലക്ട്രോലൈറ്റിന്റെ റെസിസ്റ്റൻസ് ആണ് R. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കറന്റ് നമ്മൾ I കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് കിട്ടും ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന IR ആണ്. പക്ഷെ ഒരു മൈനസ് ആയിട്ട് നമ്മൾ എടുക്കും, കാരണം ഇവിടുത്തെ കറന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ A to B ആണ് കൺസിഡർ ചെയ്തത്, പക്ഷെ കറന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? B to A ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വരും? മൈനസ് I ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് R പ്ലസ് പിന്നെ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എൻ. ബി ആൻഡ് എന്നിൽ വരുന്നത് ബി മൈനസ്. അപ്പൊ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് പറയാം ബി പ്ലസ് പ്ലസ് ബി മൈനസ് മൈനസ് IR. ബി പ്ലസ് പ്ലസ് ബി മൈനസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ EMF ആണ്. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഇത്രയും ഭാഗത്ത് നമുക്ക് എപ്സിലോൺ കൊടുക്കാം. എപ്സിലോൺ മൈനസ് IR.
അതായത് വോൾട്ടേജ് ക്ലോസ്ഡ് സർക്യൂട്ടിൽ വരുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് ഐ ആർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ആറിന്റെ വാല്യൂ ആർ ഈസ് ഇൻഫിനിറ്റ്, രണ്ട് കേസ് കൺസിഡർ ചെയ്യുന്നു. ആർ ഈസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഐയുടെ വാല്യൂ 0 ആവും. അപ്പൊ ഈക്വേഷനകത്ത് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ കിട്ടും. ഇനി ആർ ഈസ് ഫൈനൈറ്റ്, ഐ നോട്ട് ഈക്വൽ ടു 0, ഐക്ക് വാല്യൂ ഉണ്ടാവും. അപ്പൊ എന്താവും? വി ഈസ് ലെസ് താൻ, ഇവിടെ വാല്യൂ കുറയും, ഇവിടെ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കുറയും, വി ലെസ് താൻ എപ്സിലോൺ വരും. ഓക്കെ, ഇനി നമ്മൾ ഈ സർക്യൂട്ടിനെ തന്നെ ഒന്നുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓംസ് ലോ വെച്ച് ഒന്നും കൂടി ഒരു സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദെൻ ഇന്റേണൽ റെസിസ്റ്റൻസ് R, ഇത്രയാണ് നമ്മളൊരു സെല്ലിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. ദെൻ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൊടുത്ത റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R. അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓംസ് ലോ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കേസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to എന്താണ്? IR ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? IR is equal to എപ്സിലോൺ മൈനസ് IR, സ്മോൾ ലെറ്റർ ആണ്. Therefore, epsilon is equal to IR plus IR. That is, I common ആണ് ഇവിടെ വരുന്നത്. That is, epsilon is equal to I into R plus R, small letter R. Therefore, I is equal to, കറണ്ട് ആണ് നമുക്ക് ആവശ്യം, I is equal to epsilon by R plus R എന്ന് കിട്ടും. ഓക്കെ, കറണ്ട് is equal to. R is equal to 0 ആണെങ്കിൽ, അങ്ങനെ ഒരു കേസ് ഇല്ല, നമ്മൾ സങ്കല്പിക്കുകയാണ് R is equal to 0 ആണെങ്കിൽ ഇവിടെ എന്തായിട്ട് പോകും? ഈ വാല്യൂ ഡിനോമിനേറ്ററിലെ ക്യാപിറ്റൽ R 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I is equal to എന്ത് കിട്ടി? എപ്സിലോൺ ബൈ R എന്ന് കിട്ടി. ഈ വാല്യൂ ആണ് മാക്സിമം വാല്യൂ ഓഫ് കറന്റ് കിട്ടുന്നത്. I is equal to എപ്സിലോൺ ബൈ R. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഒന്ന് EMF, ഒന്ന് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ ഓപ്പൺ സർക്യൂട്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് EMF. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഇൻ ക്ലോസ്ഡ് സർക്യൂട്ട്, അത് നമ്മൾ പറയുന്ന പേരാണ് വോൾട്ടേജ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ഇതാ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സെല്ലിനെ സംബന്ധിച്ച് ഈ 3 ഫാക്ടറും തമ്മിലുള്ള ഇക്വേഷൻ ആണ് വോൾട്ടേജ്, EMF, ഇന്റേണൽ റെസിസ്റ്റൻസ്. V is equal to എപ്സിലോൺ മൈനസ് IR, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ.